പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ കാറും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. മലശ്ശേരി സ്വദേശികളായ മത്തായി, ബിജു, അനു, നിഖിൽ എന്നിവരാണ് മരിച്ചത്. മരിച്ചവരിൽ 2 പേർ നവദമ്പതികളാണ്. അനുവും നിഖിലും മലേഷ്യയിലെ ഹണിമൂൺ യാത്രയ്ക്ക് ശേഷം വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിവരവെയാണ് അപകടം ഉണ്ടായത്. ഞാൻ ഈ അപകടവിവരം പറഞ്ഞു തന്നെ ആദ്യം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഇടിച്ച് കിടക്കുവാണ്. അതിനകത്തിൽ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അന്നേരം അതിനെ എടുക്കാൻ പറ്റുമായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് അതിനെ പെട്ടെന്ന് ഞങ്ങൾ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. തിരിച്ചു വന്നിട്ട് പിന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് മറ്റേ 3 പേരെ എടുത്തത്. 3 പേര് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പെൺകുട്ടി അവിടുന്ന് പിന്നെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. റോഡിന്റെ നിർമ്മാണത്തിൽ അപകടങ്ങളുണ്ട്. ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, വീതി കുറവുണ്ട്, അതുപോലെ വളവുകൾ നേരെയാക്കിയിട്ടില്ല, ഡിവൈഡറുകൾ, ഒരുപാട് അപകടങ്ങളുണ്ട്. സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് ഈ മുറിഞ്ഞകല് തൊട്ടുള്ള പ്രദേശങ്ങൾ. I don't know. I am already total members of शबरीमला जा रहा ना. उधर के पीछे आने के बाद में वो सो गया, पूरा आदमी सो गया कहते हैं. मेरे को नहीं मालूम है. वो एक्सीडेंट हुआ आने के बाद में उठे के बाहर आया. बस ड्राइवर उन लोग भी कुछ भी नहीं होता. बस डैमेज है ड्राइवर की और दूसरा वाला दोनों ड्राइवर है ना, उसमें कुछ भी नहीं होता. പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, രാവിലെ കൃത്യം എത്ര മണിക്കാണ് അപകടം ഉണ്ടായിരിക്കുന്നത്? എന്താണ് സംഭവിച്ച കാര്യങ്ങൾ എന്ന് സമഗ്രമായി ഒന്ന് പറയാമോ? ഏറ്റവും ഒടുവിൽ ചേരുന്ന പ്രേക്ഷകർക്കായി കൂടി. ലക്ഷ്മി, പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത്. പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ശബരിമല തീർത്ഥാടകരായ തെലങ്കാന സ്വദേശികൾ സഞ്ചരിച്ച ബസ്സിലേക്ക്, ട്രാവലർ ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. ശബരിമല തീർത്ഥാടനം നടത്തി മടങ്ങിയെത്തുകയായിരുന്നു ഈ തെലങ്കാന സ്വദേശികൾ. അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട സ്വദേശികൾ അതിൽ അനു മലേഷ്യയിൽ, അനുവും നിഖിലും മലേഷ്യയിൽ ഹണിമൂൺ യാത്രയ്ക്ക് ശേഷം തിരികെ തിരുവനന്തപുരം എയർപോർട്ടിലെത്തുകയും അനുവിൻ്റെയും നിഖിലിൻ്റെയും അച്ഛന്മാർ പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലെത്തി ഇരുവരെയും കൂട്ടി മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് അപകടം സംഭവിച്ചത്. പത്തനംതിട്ട കോന്നി കൂടലിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ചത് പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു. എന്തായാലും വളരെ വലിയ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അപകടം നടന്ന ഉടൻ തന്നെ പ്രദേശവാസികൾ, സമീപത്തുള്ള വീടുകളിലെ ആളുകളെല്ലാം തന്നെയാണ് ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയത്. ദൃക്സാക്ഷികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ അനുവിനെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. വാഹനാപകടത്തിൽ തകർന്ന വാതിലിലൂടെ അനുവിനെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. അനുവിനെ പുറത്തെടുക്കുന്ന ഘട്ടത്തിൽ അനുവിന് ജീവനുണ്ടായിരുന്നു. ബാക്കിയുള്ള 3 പേരെയും ഹൈഡ്രോളിക് മെഷീനുകൾ ഉൾപ്പെടെ പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയതിനു ശേഷം ഹൈഡ്രോളിക് മെഷീൻ ഉൾപ്പെടെ ഉപയോഗിച്ച് കാർ തകർത്തതിന് ശേഷമാണ് ബാക്കിയുള്ള 3 പേരെയും പുറത്തെടുക്കാൻ സാധിച്ചത്. ആ 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പോലീസും നമുക്ക് നൽകുന്ന വിവരം. അനു ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ മരണപ്പെട്ട 4 പേരിൽ അനുവിൻ്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള 3 പേരുടെയും മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശികളായ 4 പേരുമാണ് നിലവിൽ മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ അനുവും നിഖിലും അവർ നവദമ്പതികളാണ്. അനുവിൻ്റെ അച്ഛൻ ബിജു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അനുവിൻ്റെ അച്ഛൻ ബിജുവും മരണപ്പെട്ടു. അതുപോലെ തന്നെ നിഖിലിൻ്റെ അച്ഛൻ മത്തായിയും മരണപ്പെട്ടു. അങ്ങനെയാണ് 4 പേർ മരണപ്പെട്ടിട്ടുള്ളത്. അനുവിൻ്റെ അച്ഛൻ ബിജു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ മറ്റൊരു സങ്കടകരമായ വാർത്ത, ഈ സങ്കടകരമായ ഒരു കാര്യം, ഈ അനുവും നിഖിലും 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിക്കുകയും കേവലം 2 ആഴ്ചകൾക്കിപ്പുറം ഒരു വാഹനാപകടത്തിൽ ഇവർക്ക് മരണം സംഭവിക്കുകയുമായിരുന്നു. ഏറെ ദുഃഖകരമായ കാര്യം ഇതാണ്. ഇത്രയും അവർ ജീവിതത്തിലേക്ക് കടന്നതേ ഉള്ളൂ എന്നായിരുന്നു നേരത്തെ ഈ മരിച്ചവരുടെ ബന്ധുവായ അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.
അതുതന്നെയാണ് അവർ ജീവിതത്തിലേക്ക് കടന്ന് അവർ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്ന് 2 ആഴ്ചകൾക്കിപ്പുറം അവർക്ക് മരണം സംഭവിക്കുന്നു. വിവാഹശേഷം ഹണിമൂൺ യാത്രയ്ക്ക് പോയിട്ട് മടങ്ങി വരുന്ന വഴിയിലായിരുന്നു അപകടം സംഭവിച്ചത്. അവരുടെ വീടിന് 10 കിലോമീറ്റർ, അവരുടെ വീടെത്തുന്നതിന് 10 കിലോമീറ്റർ, കേവലം 10 കിലോമീറ്റർ മുൻപേ വെച്ചിട്ടാണ് അവരുടെ 4 പേരുടെയും ജീവനെടുക്കുന്ന തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഈ മല്ലശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാർ ഓടിച്ചിരുന്ന അനുവിൻ്റെ അച്ഛൻ ബിജു, അദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടം നടന്ന ശേഷം ശബരിമല തീർത്ഥാടകരായ തെലങ്കാന സ്വദേശികളായ ആളുകളെ, ബസ്സിലുണ്ടായിരുന്നവരെ ഈ സമീപത്തെ അപകടം നടന്ന സംഭവ സ്ഥലത്തിന് സമീപത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു അവരെ നിർത്തിയിരുന്നത്. നിലവിൽ അവരെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. മറ്റൊരു വാഹനം ഇവിടെ എത്തിച്ച് അവരെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. 19 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറും 18 യാത്രക്കാരും ഉൾപ്പെടെ 19 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിലവിൽ ബസ്സിൻ്റെ ഡ്രൈവർക്ക് മാത്രമായിരുന്നു നിസ്സാരമായ ഒരു പരിക്കുണ്ടായിരുന്നത്. മറ്റുള്ളവർക്കൊന്നും തന്നെ ഗുരുതരമായ പരിക്കുകളില്ല. ഈ ശബരിമല തീർത്ഥാടകർ ഉറക്കമായിരുന്നു ഈ അപകടം നടക്കുന്ന ഘട്ടത്തിൽ. എന്നാൽ നമ്മളിവിടെ വന്ന ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, സംഭവ സ്ഥലത്തുള്ള പ്രദേശവാസികൾ പറഞ്ഞത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നായിരുന്നു. പിന്നീടായിരുന്നു നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ച് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനത്തിൻ്റെ ഡ്രൈവറോട് സംസാരിച്ചു. അപ്പോൾ ഈ വാഹനം, കാർ ഈ ബസ്സിലിൻ്റെ വലതുഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ സ്വാഭാവികമായും കാറിൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നും നമ്മളോട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അത്തരത്തിൽ വളരെ വലിയ 4 പേരുടെ ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു വളരെ വലിയ അപകടമാണ് നിലവിൽ പത്തനംതിട്ട കോന്നി കൂടലിൽ ഉണ്ടായിട്ടുള്ളത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. ഏറെക്കാലമായി ഈ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവാണ്. നാട്ടുകാരുടെ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരുടെ ആരോപണങ്ങളും ഈ റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അതുപോലെ തന്നെ റോഡിലെ വളവുകൾ നിവർത്താത്തതും ഡിവൈഡറുകളില്ലാത്തതും സ്പീഡ് ബ്രേക്കറുകളില്ലാത്തതും അപകട സൂചന ബോർഡുകളൊന്നും തന്നെ ഇല്ലാത്തതും അപകടത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപും ഒരു അപകടം ഇതേ സാഹചര്യത്തിൽ ഈ പാതയിൽ നടന്നിരുന്നു. ഒരു ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ചുകൊണ്ടുള്ള അപകടമായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. അന്ന് ആർക്കും മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് ആ അപകടം മാറിയിരുന്നില്ല. എന്നാൽ ഇന്ന് നടന്ന അപകടത്തിൽ 4 പേരുടെ ജീവൻ നഷ്ടമായ അപകടമായിരുന്നു. പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത്. 4 മണി സമയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോഡുകളിലെ നിരത്തുകളിൽ വാഹനങ്ങൾ തീരെ കുറവായ ഒരു സമയമാണ്. സ്വാഭാവികമായും വാഹനങ്ങളുടെ വേഗത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പുലർച്ചെ 4 മണി എന്ന് പറയുന്ന സമയം ആളുകൾ ഉറക്കത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടമായിരിക്കും. സ്വാഭാവികമായും ഡ്രൈവർ ഉറങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ അപകടത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുലർച്ചെ 4 മണി ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഇതെല്ലാം തന്നെ അപകടത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ്. നമുക്ക് ആ കാറിൻ്റെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എത്ര വലിയ ഒരു അപകടമാണ് ഇവിടെ നിലവിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ആ ബസ്സിൻ്റെ മുൻവശവും പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത്. ബസ്സിൻ്റെ ചില്ലുകളും അതുപോലെ തന്നെ ബസ്സിൻ്റെ വലതുഭാഗവും പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ബസ്സിലുണ്ടായിരുന്നവർക്കാർക്കും വളരെ ഗുരുതരമായ പരിക്കുകളില്ല എന്നത് ഈ 4 പേർക്ക് മരണത്തിനിടയാക്കിയ അപകടത്തിനിടയിലും ചെറിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഈ തെലങ്കാന സ്വദേശികൾക്കൊന്നും തന്നെ പരിക്കില്ല എന്നുള്ളത്. അവരെ നിലവിൽ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ അപകടത്തിന് ശേഷവും ഈ റോഡിൻ്റെ അപാകതയെ പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് ഇവിടെ ചർച്ചയാകുന്നത്. ലക്ഷ്മി, റോഡിൻ്റെ അപാകതകൾ, ഡ്രൈവിങ്ങിലെ ശ്രദ്ധക്കുറവ്, ഇതെല്ലാം ഒരുപോലെ ചർച്ചയാകുന്നുണ്ട്. ഏതായാലും ഈ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകല്ലിൽ ഉണ്ടായിരിക്കുന്ന വാഹനാപകടം, എല്ലാ വാഹനാപകടങ്ങളും നടക്കുമ്പോൾ നമ്മൾ പറയുന്ന അതേ കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ഓരോ ദിവസവും നമുക്കിങ്ങനെ അപകട വാർത്തകൾ കൊടുക്കേണ്ടി വരികയാണ്. ഇപ്പോൾ
ഏറ്റവും ഒടുവിൽ അപകടമുണ്ടായിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേരാണ് മരിച്ചിരിക്കുന്നത്. പത്തനംതിട്ട കൂടലിൽ മലശ്ശേരി സ്വദേശികളായ മത്തായി, ബിജു, അനു, നിഖിൽ എന്നിവരാണ് മരിച്ചത്. അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം കഴിഞ്ഞത് നവംബർ 30-ന് മാത്രമാണ്. അവരൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് മലേഷ്യയിൽ നിന്ന് തിരികെ എത്തുമ്പോഴാണ് ഈ ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇരുവരുടെയും അച്ഛന്മാരാണ് ഒപ്പമുണ്ടായിരുന്നത്. അവർ ഇരുവരെയും വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടാനായാണ് പോയത്. 4 പേരും ഒരുമിച്ച് മരണത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത്രയും ദാരുണമായ ഒരു വാഹന അപകട വാർത്തയാണ് രാവിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ടി വന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.